ക്യാഷ് ഏൺ ചെയ്താൽ ടാക്സ്, സ്പെൻഡ് ചെയ്താൽ ടാക്സ്, സേവ് ചെയ്താൽ ടാക്സ്, ഈവൻ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ടാക്സ്. നിങ്ങളുടെ ഫസ്റ്റ് പേ സ്ലിപ്പ് മുതൽ നിങ്ങളുടെ ലാസ്റ്റ് വിൽപത്രം വരെ ഈ 5 ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. സോ ഹിയർ വി ആർ 5 ടാക്സസ് ഇൻ UK. നമ്മുടെ ക്യാരക്ടർ പീറ്റർ ആണ്. പീറ്ററിന്റെ പ്രധാന വരുമാന മാർഗം അയാൾ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന സാലറിയും അയാളുടെ പേരിൽ ഒരു വീടുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന റെന്റും, അയാൾ ചെറിയ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റുമാണ്. ഈ 3 ഇൻകത്തിനും ഇയാൾ കൊടുക്കേണ്ടി വരുന്നത് ഇൻകം ടാക്സ് ആണ്. പിന്നീട് പീറ്ററിന് സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെടണം എന്ന് തോന്നിയപ്പോൾ അയാളുടെ ബിസിനസ് ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് അതിന് അയാൾക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ വേണമായിരുന്നു. സോ ഈ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ആളുടെ പേരിലുള്ള കുറച്ച് സ്വർണവും ഭൂമിയും ഒക്കെ സെയിൽ ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്, ക്യാപിറ്റൽ നേച്ചറിലുള്ള ഈ ഗെയിനിന് ഇയാൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, CGT. അങ്ങനെ പീറ്റർ കമ്പനി തുടങ്ങി. ഈ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് പീറ്റർ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് ആയിരിക്കും കോർപ്പറേഷൻ ടാക്സ്. അങ്ങനെ പീറ്റർ ഫിനാൻഷ്യലി ഒക്കെ കുറച്ച് സെറ്റിലായി. ആളൊരു സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പൊ അവിടെ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസിന്റെ കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്ന ഒരു ടാക്സ് ആണ് വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ്. അതായത് നമ്മുടെ നാട്ടിലെ GST പോലെ. അങ്ങനെ നമ്മുടെ പീറ്റർ കുറെ കാലം സന്തോഷമൊക്കെയായി ജീവിച്ച് ആൾ വയസ്സായി മരിക്കുകയാണ്. അപ്പൊ ആളുടെ പേരിലുള്ള സ്വത്തുവകകളൊക്കെ ആളുടെ മക്കളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ സ്വത്തുവകകൾക്ക് പോലും നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് അഥവാ IHT. സോ ഇൻ ഷോർട്ട്, ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്യുന്ന എല്ലാ ഇൻകത്തിനും നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നതാണ് ഇൻകം ടാക്സ്. ആൻഡ് ഈ ഇൻകം ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണെങ്കിൽ CGT ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ഒരു കമ്പനി ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻകത്തിനും കോർപ്പറേഷൻ ടാക്സ് ആണെങ്കിൽ നമ്മൾ പുറത്ത് പോയി കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ആണ് വാല്യൂ ആഡഡ് ടാക്സ് അഥവാ വാറ്റ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡെത്ത് എസ്റ്റേറ്റിന് കൊടുക്കേണ്ടി വരുന്നതാണ് IHT. അപ്പൊ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണെന്നല്ലേ, അതറിയാൻ വേണ്ടിയിട്ട് ഈ സീരീസിലെ നെക്സ്റ്റ് റീലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലെ ACCA റിലേറ്റഡ് ടോപ്പിക്സ് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോണ്ടന്റ്സിന് വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.